സർ, ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ ജൂതപ്പള്ളിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താ അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ജൂതപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം യോം കിപ്പർ എന്ന് പറയും. അതായത് യോം കിപ്പർ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ കലണ്ടറിലെ ഏറ്റവും വിശുദ്ധമായ ദിവസം ആണ് അവരുടെ. അവർ നിരാഹാരം ഉപവാസമൊക്കെ അനുഷ്ഠിച്ച് ആത്മീയതയിൽ കഴിയുന്ന ദിവസമാണ്. അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ നടക്കുകയാണ് പള്ളിയിൽ, ജൂതപ്പള്ളിയിൽ, മാഞ്ചസ്റ്ററിൽ. അത് നടക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് ആദ്യം കാറ് ആൾക്കൂട്ടത്തിലേക്ക്, അതായത് പള്ളിയുടെ പുറത്ത് ഉള്ളിലേക്ക് കയറ്റുക. അത് കഴിഞ്ഞ് 2 പേരെ കത്തി ഉണ്ടായിരുന്നു, കുത്തുക. അത് കഴിഞ്ഞ് ഇയാൾ പള്ളിയുടെ അകത്തേക്ക് സിനഗോഗിലേക്ക് കടക്കാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല, എല്ലാവരും കൂടി തടഞ്ഞു. 7 മിനിറ്റിനകം പോലീസ് വന്നിട്ട് ഇയാളെ തീർത്തു, കൈകാര്യം ചെയ്തു. ഇയാൾ സിറിയയിൽ നിന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഇയാളുടെ കുടുംബം കുടിയേറിയതാണ്. ഇയാളുടെ പേരിൽ തന്നെ ജിഹാദി എന്നുണ്ട്. ഇയാളുടെ പേര് 35 വയസ്സാണ്. ജിഹാദ് അൽ ഷമി എന്നാണ് ഇയാളുടെ പേര്. ജിഹാദ് അൽ ഷമി, ജിഹാദ് എന്നാണ് പേര് ശരിക്കും. അപ്പോൾ മാഞ്ചസ്റ്ററിൽ ക്രംസൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി, സിനഗോഗ്. ഡെൻമാർക്കിൽ ഒരു ഉച്ചകോടിയിൽ, യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട 40 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ അവിടെ നിന്ന് പെട്ടെന്ന് ബ്രിട്ടനിലേക്ക് തിരിക്കുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഈ വിശുദ്ധ ദിവസം ആക്രമണം നടന്നൊക്കെ അദ്ദേഹം പ്രസ്താവനയിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ ഒരാളെ കുത്തി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ കാറ് ഹീറ്റൺ പാർക്ക് ഹീബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗ്, ഇതാണ് ഈ സിനഗോഗ്. ഇയാൾ ഈ ജിഹാദി കുട്ടിയായിരിക്കെ UK കുടുംബം കുടിയേറി. 2006 ഇയാൾ മൈനറായിരിക്കുമ്പോൾ തന്നെ പൗരത്വം കിട്ടി, ബ്രിട്ടീഷ് പൗരത്വം. അതാണ്. അപ്പോൾ സിനഗോഗിന് പുറത്ത് ആൾക്കൂട്ടത്തിൽ കാർ കയറ്റി. അങ്ങനെ ആണ് ഒരു രാവിലെ 9:37 ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പ്ലേറ്റോ എന്ന് പറയും, അതായത് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ള കോലാഹലവും കാര്യങ്ങൾക്കൊക്കെയാണ് ഈ പോലീസിലെ കോഡ് വാക്കാണ് പ്ലേറ്റോ എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പോലീസ് വലിയ തെരച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്തു. ആളുകളോട് ഇയാളുടെ കയ്യിൽ ബോംബുണ്ട്, ഒരു വെസ്റ്റ് ഉണ്ട് ഈ അരയിൽ, അതിൻ്റെ അകത്ത് ബോംബാണെന്ന് വിചാരിച്ചിട്ട് ഇയാളെ വെടിവെച്ചിട്ടു. അത് കഴിഞ്ഞ് ഇയാൾ എഴുന്നേൽക്കാൻ നോക്കി, അപ്പോൾ വീണ്ടും വെടിവെച്ച്. അങ്ങനെയാണ് ഇയാളെ തീർത്തത്. കത്തിയുമായി ഇയാളൊരു സെക്യൂരിറ്റി ഗാർഡിനെ സിനഗോഗിൻ്റെ പുറത്ത്, ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വിചാരിച്ചിട്ട് പലയിടത്തും കാവലൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഒരു കാവൽക്കാരനെയാണ് ആദ്യം കുത്തിയത്. സിനഗോഗിന് പുറത്ത് കിടക്കുന്ന, അത് കഴിഞ്ഞ് നമ്മൾ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ സിനഗോഗിൻ്റെ പുറത്ത് ഇയാളിങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ നേരെ പോലീസുകാർ വെടിചൂണ്ടി നിൽക്കുന്നതും കാണാം വീഡിയോയിൽ. ആംബുലൻസുകൾ, മുകളിലൊരു ഹെലികോപ്റ്റർ പറക്കുന്നത് കാണാം. അത് ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അതിൻ്റെ ഹെലികോപ്റ്ററാണ് ആ സംഭവ സ്ഥലത്ത് വന്നത്. പിന്നെ ഈ ഫയർ എഞ്ചിനുകൾ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ അവിടുത്തെ കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ട്രസ്റ്റ് CST പറഞ്ഞിട്ടുണ്ട് ജൂതവിരുദ്ധത ഇപ്പോൾ അവിടെ കൂടി വരുന്നുണ്ട്. ആഗോളമായി തന്നെ ഈ ഹമാസിൻ്റെ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം അങ്ങനെ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ജൂത വിരുദ്ധത അവരുടെ വിശുദ്ധ ദിനത്തിൽ തന്നെ പ്രകടമാക്കി എന്ന് കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ട്രസ്റ്റ് ജൂതന്മാരുടെ അവർ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാമർ ഡെൻമാർക്കിൽ നിന്ന് പെട്ടെന്ന് അവിടെ എത്തി. എല്ലാ സിനഗോഗുകളുടെയും പുറത്ത് ഇതിനുശേഷം ജാഗ്രത സെക്യൂരിറ്റി കൂട്ടിയിട്ടുണ്ട്. ഈ മാഞ്ചസ്റ്ററിലെ മേയർ ആൻഡി ബുർഹാൻ പറഞ്ഞിട്ടുണ്ട് അടിയന്തര ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്, ഭീകരാക്രമണത്തിൻ്റെ അടിയന്തര ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇയാൾ തീർത്തല്ലോ. നോർത്ത് വെസ്റ്റ് കൗണ്ടർ ടെററിസം യൂണിറ്റ് രംഗത്തുണ്ട്. MI5 അവരുടെ ഇൻ്റലിജൻസ് വിഭാഗവും ബ്രിട്ടൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും സ്ഥലത്തുണ്ട്. യൂറോപ്യൻ ഉച്ചകോടിയിൽ നിന്നാണ് സ്റ്റാമർ അവിടെ എത്തിയിരിക്കുന്നത്. കോപ്പൻഹാഗനിൽ, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമാണ്, അവിടെയാണ് ഉച്ചകോടി നടന്നിരുന്നത്. സംഭവം നടക്കുന്നത് വടക്കൻ മാഞ്ചസ്റ്ററിലാണ്.
മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ പഴയ ഈ തുണി, പരുത്തിയിൽ നിന്ന് തുണിയൊക്കെ ഉണ്ടാക്കുന്ന വലിയ വ്യവസായ നഗരമൊക്കെ ആയിരുന്നു. ഈ മാഞ്ചസ്റ്ററിലാണ് എംഗൽസ് ജീവിച്ചിരുന്നത്, കാൾ മാർക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ എംഗൽസിന് സ്വന്തമായ ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ ബൂർഷ്വയായിരുന്നു. ഇയാൾക്ക് കാശ് വേണമല്ലോ, ഇയാൾ ദരിദ്രനാണല്ലോ, പ്രോലിറ്ററേറ്റ്. ഇയാൾക്ക് കാശൊക്കെ കൊടുത്തിരുന്നൊരു ബൂർഷ്വയാണ് എംഗൽസ്. അയാളുടെ സ്ഥലം മാഞ്ചസ്റ്ററാണ് ആ കാലത്ത്. അപ്പോൾ കാറ് ഇയാൾ ഓടിച്ചു കയറ്റുന്നത്, ഈ അക്രമി, കാൽനട യാത്രക്കാർക്ക് നേരെ ആദ്യം. അപ്പോൾ ഈ കാറ് കയറ്റിയിട്ടും കുറേ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ബോംബുണ്ട്, മാറൂ എന്ന് പോലീസുകാർ പറയുന്നത് കേൾക്കാം വീഡിയോ ദൃശ്യങ്ങളിൽ. ഈ ആദ്യം കാറ് ഓടിച്ച് കയറ്റുക, എന്നിട്ട് ദൃക്സാക്ഷി വിവരണത്തിലുണ്ട്, എന്നിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, കുത്തുക. അതാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്, ഈ ജിഹാദി. അപ്പോൾ 7 മിനിറ്റകം പോലീസ് എത്തി ഇയാളെ തീർത്തു. ധാരാളം ജൂതന്മാർ സിനഗോഗിൽ ഈ വിശുദ്ധ ദിവസമായതുകൊണ്ട് ആരാധനയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ദിവസം തിരഞ്ഞെടുത്തത്. ഈ സിനഗോഗിൻ്റെ അടുത്ത് ഇയാളെ കടത്തിയില്ല. ഇയാൾ വാഹനം ജനത്തിൻ്റെ അകത്തേക്ക് കയറ്റി പുറത്തിറങ്ങി നേരെ ഇങ്ങോട്ട് പോകാൻ നോക്കി. സിനഗോഗ് ആളുകൾ തടഞ്ഞു. അപ്പോഴാണ് കുത്തിയത്. ബ്ലൂ തണ്ടർ ഹെലികോപ്റ്ററാണ് ഇതിൻ്റെ മുകളിൽ പറക്കുന്നതായിട്ട് കണ്ടത്. അത് കൗണ്ടർ ടെററിസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജൂത ആക്രമണം ബ്രിട്ടനിൽ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അവിടെ വലതുപക്ഷ തീവ്ര വിഭാഗം ഈ കുടിയേറ്റക്കാർക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിം കുടിയേറ്റക്കാർക്കെതിരെ വലിയ റാലി നടത്തിയിരുന്നു. അതിൻ്റെ അകത്ത് 1.5 ലക്ഷം പേര് റാലിയിൽ പങ്കെടുത്തതായിട്ടൊക്കെ അന്ന് വാർത്തകളുമൊക്കെ വന്നിരുന്നു. വലിയ കുടിയേറ്റ പ്രശ്നമുള്ള സ്ഥലമാണ് ബ്രിട്ടൻ. പിന്നെ ഗ്രൂമിങ് ഗാങ്, ഇന്നലെ ഞാൻ വായിച്ചു ഒരാളെ, ഗ്രൂമിങ് ഗാങ് എന്ന് പറഞ്ഞാൽ 13 വയസ്സ് 12 വയസ്സ് 14 വയസ്സുള്ള പെൺകുട്ടികളെ ഡ്രഗും ഒക്കെ കൊടുത്തിട്ട് ഈ സെക്സ് സ്ലേവ്സ് ആക്കുന്ന ഗാങ്ങുകൾ ബ്രിട്ടനിൽ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളാണ് ഈ ഗാങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് 10-15 കൊല്ലമായിട്ട് ഈ ഗാങ്ങുകൾ നടക്കുന്നുണ്ട്. പക്ഷെ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് പല കാലത്തും ബ്രിട്ടീഷ് ഭരണകൂടം ഇതിനെതിരെ കണ്ണടക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ടാണ് കുറേ ആളുകൾ കണ്ടുപിടിച്ചിട്ട് ശിക്ഷിക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒരു വാർത്ത ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. 2 പാക് സഹോദരന്മാരെ പിടികൂടിയത് പാകിസ്ഥാനികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ വാർത്ത ഒരെണ്ണം ഞാൻ വായിച്ചു, 35 കൊല്ലം ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ട് ഈ ഗ്രൂമിങ് ഗാങ്ങിൽ പെട്ടത്. ഇന്ത്യയിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ 2-3 മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രൂമിങ് ഗാങ്സിന് പിടിച്ചതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഗ്രൂമിങ് ഗാങ്സിൻ്റെ റിവേഴ്സും വന്നിട്ടുണ്ട്. അതായത് ഈ സെപ്പറേറ്റഡായ ഹിന്ദു യുവാക്കളൊക്കെ ഉണ്ടാവില്ലേ, വിവാഹം കഴിഞ്ഞ് സെപ്പറേറ്റഡ് ആയവർ, അന്ധര് ഇല്ലേ, അങ്ങനത്തെ ഭിന്നശേഷിയുള്ള ഹിന്ദുക്കളുമൊക്കെ, ഇവർക്കൊക്കെ നിക്കാഹ് ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പിന്നീട് ഇസ്ലാമിൽ ചേർക്കുന്ന വേറൊരു ഗാങ്ങിനെയും ഇപ്പോൾ ഉത്തർപ്രദേശിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ സങ്കൂർ ബാബ എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തർപ്രദേശിൽ ഇത് കുറേ, ഉത്തർപ്രദേശിൽ പിന്നെ യോഗി വെറുതെ ഇരിക്കില്ലല്ലോ, ഇതൊക്കെ കൈകാര്യം ചെയ്യും. അപ്പോൾ പല സ്ഥലങ്ങളിലും യൂറോപ്പിൽ ഈ പ്രശ്നങ്ങളിപ്പോൾ ഉണ്ട്, ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ. അതുകൊണ്ട് വലത് തീവ്രപക്ഷം പല സ്ഥലത്തും തെരഞ്ഞെടുപ്പിലുമൊക്കെ നന്നായിട്ട് സീറ്റൊക്കെ നേടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ വലത് തീവ്രപക്ഷത്തിന് കുറേ സീറ്റുകൾ അവിടെ കിട്ടി. അതുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയെ അവിടെ കൃത്യമായിട്ട് നിയമിക്കാൻ മാക്രോണിന് പറ്റാത്തത്. 2 പ്രധാനമന്ത്രിമാരെ ഇപ്പോൾ പുറത്താക്കപ്പെട്ടല്ലോ. പിന്നെ ജർമ്മനിയിൽ ഈ മോസ്കുകളൊക്കെ പൂട്ടുന്നുണ്ട്. മോസ്കിനോട് ചേർന്നുള്ള ഇസ്ലാമിക് സെൻ്ററുകൾ പലതും ഇറാൻ്റെ ആണെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ, പക്ഷേ ഈ JD വാൻസ് അടുത്ത കാലത്ത് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാവുമെങ്കിൽ അത് ആദ്യം ബ്രിട്ടനായിരിക്കും എന്ന് JD വാൻസ് അടുത്ത കാലത്ത് പറഞ്ഞതും വന്നിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്കാണ് ഈ ജൂതപ്പള്ളിയിലെ ആക്രമണം വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.